ദുർബല മനുഷ്യർക്കെതിരായ കേരള പോലീസിന്റെ കയ്യേറ്റം വാർത്ത പോലുമാക്കാത്ത വിധത്തിൽ വർദ്ധിക്കുന്നുണ്ട്. നിയമപാലകരുടെ നീതിനിഷേധം അത്രമാത്രം സാധാരണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്താലും അവരുടെ മനോവീര്യം തകർന്നു പോകരുതെന്ന ഭരണകർത്താക്കളുടെ രാഷ്ട്രീയ നിലപാടിലാണ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാനുള്ള മനോബലം പോലീസ് സേനയിലെ ചിലർക്ക് കിട്ടുന്നത്. എന്തിനും കാവലാളായി ഭരണകർത്താക്കളുള്ളപ്പോൾ ഒന്നും ഭയക്കാതെ പോലീസ് നീതിനിഷേധം ആവർത്തിക്കുന്നു. ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തവണ ഒരു ദുർബലയായ സ്ത്രീക്ക് മേൽ തങ്ങളുടെ അധികാര പ്രയോഗം പോലീസ് നടത്തിയത്. മിക്ക സമയങ്ങളിലെയും പോലെ ഇത്തവണ ഇര അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ഒരു പാവം തൊഴിലാളി സ്ത്രീ. ബിന്ദു എന്ന ദളിത് സ്ത്രീക്ക് ഇത്രയും ക്രൂരത പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലാണോ എന്ന് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്. നിസ്സംഗമായ ഭരണ സംവിധാനത്തിന് കീഴിൽ ഇതൊക്കെ ആവർത്തിക്കുന്ന കഥകൾ മാത്രം. പോലീസിംഗ് ഇൻ ക്വസ്റ്റ്യന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി വീട്ടുജോലി എടുത്താണ് തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം തോട്ടരികത്ത് വീട്ടിൽ ബിന്ദു ജീവിക്കുന്നത്. തനിക്കും തൻ്റെ ഭർത്താവിനും ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് 2 പെൺമക്കളടങ്ങിയ കുടുംബത്തിന്റെ ജീവനോപാധി എന്ന് പറയുന്നുണ്ട് ബിന്ദു. രാവിലെ 6:50 വീട്ടിൽ നിന്നിറങ്ങുന്ന ബിന്ദു പണിയെല്ലാം കഴിഞ്ഞ് തിരികെ വീടെത്തുമ്പോഴേക്കും 8 മണിയാകും. ദിവസക്കൂലിയായി ലഭിക്കുന്നതാകട്ടെ 500 രൂപയും. ഏജൻസി വഴിയാണ് ബിന്ദുവിന് ജോലി ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും പല വീടുകളിലായിരിക്കും ജോലി. അങ്ങനെ ഇരിക്കെയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 14 കുടപ്പനക്കുന്ന് ഭഗവതി നഗറിൽ ഓമന ഡാനിയലിന്റെ വീട്ടിൽ ബിന്ദു ജോലിക്ക് എത്തുന്നത്. പല സമയങ്ങളിലായി 3 ദിവസം, കൃത്യമാക്കിയാൽ ഏപ്രിൽ 14, 16, 19 ഈ ദിവസങ്ങളിലാണ് ബിന്ദു അവിടെ വീട്ടുജോലി ചെയ്തിരുന്നത്. അതിനുശേഷം സാധാരണ പോലെ മറ്റൊരു വീട്ടിലേക്ക് ജോലി മാറി. ആ വീട്ടിലെ പണികളും കഴിഞ്ഞ് ഏപ്രിൽ 23 വൈകിട്ട് 4 മണിയോടെ തിരികെ വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ തേടി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയെത്തുന്നത്. ബിന്ദുവിനെതിരെ ഓമന ഡാനിയലിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ സ്റ്റേഷനിലേക്ക് വരണമെന്നുമായിരുന്നു പോലീസിന്റെ അറിയിപ്പ്. പരാതി നൽകിയത് ഓമന ഡാനിയൽ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അവരെ ഫോണിൽ വിളിച്ചു ബിന്ദു. പക്ഷേ ഫോൺ എടുത്തത് ഓമനയുടെ ഒരു മകളായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ കാരണം അന്വേഷിച്ചെങ്കിലും 3 ദിവസത്തെ ശമ്പളവുമായി അമ്മ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുവെന്നായിരുന്നു മകളുടെ മറുപടി. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്ന് ഓർത്തെടുക്കുന്നുണ്ട് ബിന്ദു. എന്താണ് ചേച്ചി കാര്യമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അത് നിനക്ക് 3 ദിവസത്തെ പൈസയുമായി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മമ്മി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാണ്? അതെനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചില്ലെന്നാണ് അവർ പറഞ്ഞ മറുപടി. എന്നിരുന്നാലും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിനാൽ ബിന്ദു അവിടേക്ക് തന്നെ പോയി. സ്റ്റേഷനിൽ എത്തിയ പാടെ സബ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ ആക്രോശമാണ് ബിന്ദുവിനെ വരവേറ്റത്. മാല എവിടെടി എന്നായിരുന്നു SIയുടെ ചോദ്യം, ഒപ്പം ചീത്തവിളിയും. ശേഷം ശരിക്കൊന്ന് ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും പറയുന്നുണ്ട് ബിന്ദു. എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം വീണ്ടും വെളിയിൽ വന്നിട്ട് വീണ്ടും 2 വനിതയും കൂട്ടി വീണ്ടും റൂമിൽ പോയി എൻ്റെ പരിശോധിച്ച് എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ്. അപ്പോഴും മാഡം ഒന്ന് വെളിയിൽ നിൽക്കുക SI പറഞ്ഞിട്ടാണ് SI എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ചത്. അവർ കൂട്ടം ചേർന്ന് തനിക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അധിക്ഷേപ പ്രയോഗങ്ങൾ നടത്തിയെന്നുമാണ് ബിന്ദു പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അടിക്കാൻ കയ്യോങ്ങിയെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബിന്ദു. താനാണ് പ്രതി എന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റമെന്നും ബിന്ദു പറയുന്നു. പോലീസിന്റെ വിരട്ടലിനും ക്രൂര പെരുമാറ്റത്തിനും മുന്നിൽ പകച്ചുപോയ ആ പാവം സ്ത്രീ സ്വർണമെടുത്തു എന്ന് ഒരു നിമിഷം സമ്മതിക്കുക കൂടി ചെയ്തു. ഫോൺ പിടിച്ചു വച്ചതിനാൽ ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഒന്നും ബന്ധപ്പെടാൻ ബിന്ദുവിന് സാധിച്ചിരുന്നില്ല. ഒടുവിൽ രാത്രി 8:30 സ്വർണം വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് തിരയാൻ ബിന്ദുവിനെ അവരുടെ വീട്ടിലേക്ക് പോലീസ് കൊണ്ടുപോയി. പരാതിക്കാരിയായ ഓമനയുടെ വണ്ടിയിലായിരുന്നു ആ യാത്ര. മഫ്തിയിലായിരുന്നുവെങ്കിലും പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് ബിന്ദു കസ്റ്റഡിയിലാണെന്ന വിവരം ഭർത്താവും മക്കളും അറിയുന്നത്. വീടാകെ അരിച്ചു പറക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇവിടെ എൻ്റെ വീട് മാല നോക്കുകയും ചെയ്തു, മാല കിട്ടിയില്ല. ആ ഒരു ദേഷ്യത്തിലാണ് തിരിച്ചു പോകുന്ന വഴിയിൽ പിന്നെ ഒരു പോലീസുകാരൻ ഭയങ്കരമായി എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. ഇങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. അങ്ങനത്തെ ചീത്ത പറയുണ്ടായി. സ്റ്റേഷനിൽ തിരിച്ചെത്തുമ്പോൾ രാത്രി 9:30 ആയിട്ടുണ്ടായിരുന്നു സമയം. മാറി മാറി എത്തിയ പോലീസുകാർ ഉറങ്ങാൻ പോലും ബിന്ദുവിനെ അനുവദിച്ചില്ല. വരുന്നവരെല്ലാം ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. കുറ്റമേറ്റെടുക്കാനുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് പുറമെ പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഭീഷണിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഭയങ്കരമായിട്ടുള്ള എല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്
ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സാറാണ്. ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചത് ആ സാറാണ്. ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ അവരെ മാല കണ്ടിട്ട് പിരിഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷങ്ങളായിരുന്നു അവയെന്നും മക്കളുടെ ഭാവിയോർത്ത് മാത്രമാണ് കടുങ്കൈ ചെയ്യാതിരുന്നതെന്നും തുറന്നു പറയുന്നുണ്ട് ബിന്ദു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30-ക്കാണ് ബിന്ദുവിനെ വിട്ടയക്കുന്നത്. അതുവരെ സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടി വന്ന 20 മണിക്കൂർ നേരം കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ബിന്ദുവിന് പോലീസ് കൊടുത്തില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ടെന്നായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. രാത്രി 11:40-നാണ് പേരൂർക്കട പോലീസ് ബിന്ദുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. BNS-ലെ 306-ാം വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. എന്നാൽ രാവിലെ 8:30-യോടെ കാര്യങ്ങൾ ആകെ മാറി. ഓമന ഡാനിയലും നിഷയും സ്റ്റേഷനിലെത്തി. വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കണ്ടെത്തി എന്നറിയിക്കാനായിരുന്നു ഇരുവരുടെയും വരവ്. അപ്പോഴും SI പ്രസാദിന്റെ പാവം സ്ത്രീയോടുള്ള ക്രൗര്യം അടങ്ങിയിരുന്നില്ല. മക്കളെ ഓർത്ത് കേസ് പിൻവലിക്കുകയാണെന്ന ഔദാര്യം പറഞ്ഞാണത്രേ ആ നിയമപാലകൻ ബിന്ദുവിനെ വിട്ടയച്ചത്. കളഞ്ഞുപോയതെന്ന് തലേ ദിവസം പരാതി കൊടുത്ത 2.5 പവൻ പോലെ 10 എണ്ണം വാങ്ങാനുള്ള പണം തന്റെ കയ്യിലുണ്ടെങ്കിലും തൽക്കാലം കേസ് പിൻവലിക്കുകയാണെന്ന് ഓമനയും ബിന്ദുവിനോട് പറഞ്ഞു. പരാതിക്കാരിക്കും പോലീസിനും കുറ്റബോധം ലവലേശമുണ്ടായില്ല. ബിന്ദുവിനുണ്ടായ ദുരനുഭവം വാർത്തയാകാൻ ദിവസങ്ങളെടുത്തു. മെയ് 14-ന് മീഡിയ 1 വാർത്ത നൽകിയതോടെയാണ് സംഭവം ചർച്ചയാകുന്നത്. നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ മേൽനോട്ടത്തിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്. ആദ്യഘട്ട നടപടി എന്ന നിലയിൽ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ SI പ്രസാദ് മാത്രമല്ല, മറ്റ് 2 പോലീസുകാർക്ക് കൂടി എതിരെ നടപടി വേണമെന്നാണ് ബിന്ദുവിന്റെ നിലവിലെ ആവശ്യം. SC/ST കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ബിന്ദുവിന്റെ പരാതി ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ബിന്ദുവിനെ പിന്തുണച്ച് രംഗത്തുണ്ട്. അതിനിടെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് ബിന്ദു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ വക്കീലുമായി ചെന്നെങ്കിലും കാണാനായത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയായിരുന്നു. പരാതി നൽകിയപ്പോൾ വായിച്ചു പോലും നോക്കാതെ ഇക്കാര്യങ്ങൾ ഇവിടെയല്ല കോടതിയിലാണ് പറയേണ്ടതെന്ന് P. ശശി പറഞ്ഞതായും ആരോപിക്കുന്നുണ്ട് ബിന്ദു. എന്നാൽ ബിന്ദുവിന്റെ വിഷയം പരിഗണിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം. ഏതാനും പോലീസുകാർക്കെതിരെ മാത്രം നടപടിയെടുത്താൽ തീരുന്ന പ്രശ്നമാണോ ഇതെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇന്നിപ്പോൾ ബിന്ദുവിനാണ് ഈ അനുഭവം നേരിടേണ്ടി വന്നതെങ്കിൽ നാളെ മറ്റൊരാൾക്കുണ്ടാകില്ല എന്ന് ഒരു ഉറപ്പും ഈ സംവിധാനത്തിലില്ല. പരാതി കൊടുക്കാൻ പോയ രാജീവിനെ രസീത് ചോദിച്ചെന്ന പേരിൽ കരണത്തടിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്ത സംഭവം നടന്നിട്ട് അധികമായിട്ടില്ല. ഇനിയും പുറം ലോകമറിയാത്ത എത്ര കേസുകൾ കാണും. ചില കേസുകളിൽ സസ്പെൻഷൻ പോലെയുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് പോലീസ് സംവിധാനത്തിന്റെ മനുഷ്യത്വ വിരുദ്ധതയിൽ മാറ്റം ഉണ്ടാവുകയില്ല എന്നാണ് ഇത്തരം കേസുകളുടെ ആവർത്തനം തെളിയിക്കുന്നത്. അധികാരപ്രമത്തതയും ജാതീയ മുൻവിധികളുമാണ് പലപ്പോഴും ഈ സംവിധാനത്തെ നയിക്കുന്നതെന്നത് എത്ര കാലമായി നമ്മൾ കാണുന്നു. പോലീസ് സംവിധാനം മനുഷ്യത്വപരമാകണമെങ്കിൽ അതിനു മുകളിൽ നീതിബോധത്തിൽ അടിയുറച്ച രാഷ്ട്രീയ നിയന്ത്രണം വേണം. എന്നാൽ പോലീസിന്റെ മനോവീര്യത്തെ അവരുടെ അധികാരപ്രമത്തതയായി മനസ്സിലാക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവുമ്പോൾ നീതി എങ്ങനെ പുലരും?